ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്ന ഒരു വീഡിയോ. ശ്രുതി മറ്റൊരു വിവാഹം കഴിച്ചതാണെന്നും ഒരു കുട്ടിയുണ്ടെന്നും ഒക്കെയുള്ള സത്യങ്ങളെല്ലാം നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും തിരിച്ചറിഞ്ഞിട്ട് ശ്രുതിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന എപ്പിസോഡുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമായിട്ട് വരുന്ന എപ്പിസോഡാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ നമ്മുടെ ശരത്താണെങ്കിൽ ആൻ്റണിയുടെ കൂടെയുള്ള കൂട്ടൊക്കെ വിട്ടിട്ട് നല്ല രീതിയിൽ പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ കോളേജിൽ പോകുന്ന ഒരു ദിവസം ശരത്തിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുന്നുണ്ട്. നമ്മുടെ ആൻ്റണിയുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ കൂടെ തന്നെയുള്ള ഒരു ആളാണ് കേട്ടോ. അങ്ങനെ അയാളാണെങ്കിൽ ഭാര്യയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ ബൈക്കിൻ്റെ പെട്രോൾ തീർന്നു പോയിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവാണ്. വൈഫ് ഗർഭിണിയാണ്. അവരും കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ബൈക്കും തള്ളിക്കൊണ്ട് പോകുന്ന കാണുമ്പോഴേക്കും ശരത്ത് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ശരത്ത് ചോദിക്കുന്നുണ്ട്, എടാ എന്താടാ നീ ബൈക്ക് തള്ളിയിട്ട് പോകുന്നതെന്നേ. ഇവളെ ഒന്ന് ജനറൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നീ എന്താണ് ബൈക്ക് തള്ളിയിട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. എടാ ഇതിനകത്ത് പെട്രോൾ തീർന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, എടാ വൈഫിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴെങ്കിലും പെട്രോൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും എടാ പെട്രോൾ ഇല്ലെന്ന് അറിയായിരുന്നു, പോകുന്നിടം വരെ പോകട്ടെ എന്ന് ഓർത്താ ഞങ്ങൾ ഇറങ്ങിയത്. ഇതിനകത്ത് പെട്രോൾ ഒഴിക്കണമെങ്കിൽ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ ശരത്ത് ചോദിക്കുന്നുണ്ട്, എടാ നീ ഇപ്പോഴും ആൻ്റണിയുടെ കൂടെ തന്നെയല്ലേ? അവൻ നിനക്ക് പണമൊന്നും തരാറില്ലേ? ഏയ് അല്ലടാ, ഞാനിപ്പോൾ ആൻ്റണിയുടെ പോക്ക് തീരെ ശരിയല്ലെന്ന് മനസ്സിലാക്കിയതോടുകൂടി അവൻ്റെ കൂടെ നിന്ന് മാറി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇനി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ സമയം നമ്മുടെ ശരത്തിനാണെങ്കിൽ ഒരു ഫൈനാൻസ് കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് അവിടേക്ക് വാന്ന് പറഞ്ഞ് ഒരു 500 രൂപയും കൂടിയിട്ട് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ ആ കൂട്ടുകാരൻ വാങ്ങിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിലും ശരത്ത് നിർബന്ധിച്ച് എടാ വൈഫിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനല്ലേ, ഈ അവസ്ഥയിൽ അവർക്ക് നടക്കാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത പെട്രോൾ പമ്പുണ്ട്, നീ പോയി പെട്രോൾ അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞ് ശരത്ത് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ആ ഫ്രണ്ടും വൈഫും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ ശരത്ത് വർക്ക് ചെയ്യുന്ന ആ ഫൈനാൻസ് കമ്പനിയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ശരത്ത് ചോദിക്കുന്നുണ്ട്, എടാ ഇനിയിപ്പോൾ എന്താ നിൻ്റെ ഭാവി പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ഒരു തട്ടുകട ഇടണമെന്നുണ്ടടാ. എന്തായാലും ഒരുപാട് ജോലിക്ക് ഞാൻ ട്രൈ ചെയ്തു. ആൻ്റണിയുടെ കൂടെ നടന്നതുകൊണ്ട് തന്നെ ആരും ഇപ്പോൾ എന്നെ ജോലിക്കൊന്നും എടുക്കുന്നില്ല. ഒരു തട്ടുകടയാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാമല്ലോ എന്ന് ഉദ്ദേശിക്കുക. എന്നാൽ അതിനൊരു 1,00,000 രൂപയെങ്കിലും വേണ്ടി വരും. വൈഫാണെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ജോലിക്ക് പോയിരുന്നു. അവളൊരു 30,000 രൂപ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 70,000 രൂപയും കൂടി ആവശ്യമുണ്ട്. അതിന് എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനിലാണ് ഞങ്ങളെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരത്ത് പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ഈ ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് തന്നെ ഒരു 70,000 രൂപ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. അങ്ങനെ നിങ്ങൾ ഉടനെ തന്നെ തട്ടുകടയൊക്കെ തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. എടാ അതിനെന്തെങ്കിലും ഈട് വെക്കണ്ടേ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ എൻ്റെ റിസ്കിൽ നിങ്ങൾക്ക് ആ ക്യാഷ് എടുത്തു തരാം. നിങ്ങൾ കൃത്യമായിട്ട് തവണകൾ അടച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ പൈസയ്ക്ക് ശരത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വൈഫും കൂട്ടുകാരനും ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ശരത്തിന്. അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നുണ്ട്. പുറത്തേക്ക് വരുമ്പോൾ ആ കൂട്ടുകാരൻ്റെ വൈഫിനെ പുറത്ത് നിർത്തിയിട്ട് നീ ഇവിടെ നിൽക്കെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ശരത്തിനെ കാണാനായിട്ട് വരുന്നുണ്ട്. ആ പോയ ആൾ തിരിച്ചു വരുന്ന കാണുമ്പോൾ ശരത്തും പെട്ടെന്ന് തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ. എന്താടാ എന്ത് പറ്റി നീ തിരിച്ചു വന്നത്? എടാ ശരത്തെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോഴെങ്കിലും നിന്നോട് ആ സത്യം ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസാക്ഷിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലടാ. എന്താന്ന് വെച്ചാൽ നീ കാര്യം പറയുന്നത് ശരത്ത് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, എടാ നിന്റെ അളിയൻ സച്ചി ഉണ്ടല്ലോ, സച്ചിയുടെ കാറ് ഒരു തവണ ബ്രേക്ക് ഡൗൺ ആയിട്ട് ബ്രേക്ക് പോയിട്ട് ആക്സിഡൻ്റ് ആയിരുന്നല്ലോ, അത് ആൻ്റണി ആണടാ. ആൻ്റണി പറഞ്ഞിട്ട് അത് ഞാനാ ചെയ്തതെന്ന് പറയുകയാണേ. ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കത് സമാധാനം കിട്ടില്ലടാ എന്ന് പറയുമ്പോൾ ശരത്ത് ചോദിക്കുന്നുണ്ട്, അത് ശരി, എന്നാലും കാറിൻ്റെ ബ്രേക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ കീ എവിടെ നിന്നെങ്കിലും കിട്ടണമല്ലോ, അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണേ.
എടാ അത് സച്ചിയുടെ വീട്ടിൽ സച്ചിയുടെ ചേട്ടൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവരാണ് താക്കോലെടുത്ത് കൊടുത്തതെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ശരത്ത് പെട്ടെന്ന് അങ്ങ് ഷോക്കാവുന്നുണ്ട്. ആര്, ശ്രുതിയോ എന്ന് ചോദിക്കുകയാണേ. അതെ, അവരും ആൻ്റണിയും തമ്മിൽ എന്തൊക്കെയോ ഡീലിങ്സ് ഉണ്ട്, അതിൻ്റെ പുറത്താണ് അവരെന്നാ താക്കോലെടുത്ത് കൊടുത്തതെന്ന് പറയുകയാണേ. എടാ ഇനി നിനക്ക് എന്നോട് ഒന്നും തോന്നരുത്, അന്നത്തെ ആൻ്റണിയുടെ കൂടെ നടന്നപ്പോൾ എന്തൊക്കെ ചെയ്തെന്ന് കൂട്ടിയതെന്ന് പോലും എനിക്കിപ്പോഴാണെടാ ചിന്തിക്കുന്നത്. എന്തായാലും ഞാൻ പോട്ടേരാന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞങ്ങ് പോവുകയാണേ. അവൻ പോയി കഴിയുമ്പോഴേക്കും സച്ചിയെ വിളിച്ചിട്ട് ശരത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അന്ന് കാറിൻ്റെ താക്കോലെടുത്ത് കൊടുത്തതും ബ്രേക്ക് കട്ടാക്കിയതും എല്ലാം ശ്രുതിയാണെന്നേ. അങ്ങനെ ആ ഒരു കാര്യം അറിഞ്ഞിട്ട് രേവതി ആകെ അങ്ങ് ഷോക്കാവുകയാണ് കേട്ടോ. കാരണം ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങൾ അറിയുന്നുണ്ടെങ്കിലും സച്ചിയേട്ടനെ കൊല്ലാൻ നോക്കിയ ആളാണല്ലോ. കാരണം ഇന്നൊരു ജസ്റ്റ് മിസ്സിനാണ് സച്ചി മരണത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടത്. ആ ഒരു ഇൻസിഡൻ്റ് ഓർക്കുമ്പോൾ രേവതിക്കും വല്ലാണ്ട് അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയും സച്ചിയും കൂടിയിട്ട് പുറത്തായിരുന്നു. ഈ കാര്യം അറിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ദേഷ്യത്തോടു കൂടിയാണ് കയറി വരുന്നത്. അങ്ങനെ സച്ചി വന്നിട്ട് ഇങ്ങനെ ഹോളിലിരിക്കുകയാണ്. വീട്ടിലെല്ലാവരോടും പറയണമല്ലോ. അങ്ങനെ സച്ചിയുടെ മുഖഭാവമൊക്കെ കാണുമ്പോഴേക്കും രവി വന്ന് ചോദിക്കുന്നുണ്ട്, എടാ എന്താടാ നിനക്ക് പറ്റിയത്? നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ, എന്താന്നൊക്കെ രവി ചോദിക്കുന്നുണ്ട്. ഈ സമയം വർഷയും ശ്രീകാന്തും ചന്ദ്രമതിയും എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവി ചോദിക്കുന്നുണ്ട്, എടാ എന്താന്ന് വെച്ചാൽ നീ കാര്യം പറ. അച്ഛാ ഞാനൊരു കാര്യം പറയാൻ പോവാണ്. ഞാൻ ഇങ്ങനെ പോയാൽ പൗഡറേട്ടത്തിയെ ഞാൻ തന്നെ പോയി കേസ് കൊടുത്തിട്ട് പോലീസിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുമെന്ന് പറയുകയാണേ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, എന്തായാലും സച്ചി നീ അത് ചെയ്താൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയണേ. എന്തായാലും നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ. അപ്പോഴേക്കും വർഷയും ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി ഏട്ടാ അവള് ഇനി എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ ഒപ്പിച്ചോ? അതൊന്നും അവർക്ക് വലിയ പുതുമയുള്ള കാര്യമല്ലല്ലോ, എന്താ ചെയ്തേന്ന് പറയുന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കാര്യം അറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛൻ ഓർക്കുന്നില്ലേ, കഴിഞ്ഞ ഒരു പ്രാവശ്യം എൻ്റെ കാറ് ബ്രേക്ക് പോയിട്ട് വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ രവി ആ ആക്സിഡൻറ്റ് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ട് കേട്ടോ. അതേടാ, നീ എന്തോ രേവതി മോളുടെ ഭാഗ്യം കൊണ്ട് അന്ന് നീ രക്ഷപ്പെട്ടതാ. അതും ഇപ്പൊ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണേ. അത് മറ്റാരുമല്ല ചെയ്തത്, എൻ്റെ കാറിൻ്റെ ബ്രേക്ക് കട്ട് ചെയ്ത് വിട്ടത് ആൻ്റണിയാണെന്നേ. അവനാണോ നിന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണല്ലോ. സച്ചി പറയുന്നുണ്ട്, ആൻ്റണി ചെയ്തത് അതത്ര വലിയ കാര്യമല്ല, കാരണം അവൻ എൻ്റെ ശത്രുവാണല്ലോ. അവൻ എപ്പോഴും എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആളായിരിക്കും. എന്നാ ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ, എൻ്റെ കാറിൻ്റെ കീ ഈ വീട്ടിൽ നിന്ന് ആരോ എടുത്തു കൊടുത്തിരുന്നെന്ന്. ഇപ്പൊ രവി പറയുന്നുണ്ട്, അതേടാ നീ ഒന്നും പറഞ്ഞിരുന്നല്ലോ. അത് വേറെ ആരുമില്ല, ഈ പൗഡർ ഏട്ടത്തിയാണ് എൻ്റെ കാറിൻ്റെ കീ എന്നെടുത്ത് ആൻ്റണിക്ക് കൊടുത്തേന്ന് പറയാണ്. ഇത് കേട്ടിട്ട് എല്ലാവരും അങ്ങ് ഭയങ്കരമായിട്ട് ഷോക്കാവുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, എടാ എന്താടാ നീ പറയുന്നത്? അവള് നേരത്തെ തന്നെ മറ്റൊരു കല്യാണം കഴിച്ചത് മറച്ചു വെച്ചു. എന്നാ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നാ നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവൾ എന്തിനാടാ അത് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണേ. അതെ അതൊന്നും എനിക്കറിയില്ല. ഇവള് ആന്റണിയുടെ കൂടെ കൂടിയിട്ട് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, എടാ ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, വിശ്വസിച്ചേ മതിയാവൂ അവളത് ചെയ്യുവോന്നല്ല, ചെയ്തു കഴിഞ്ഞു. എൻ്റെ സച്ചിയേട്ടനെ ഇല്ലാതാക്കാൻ നോക്കിയത് അവളാണെന്നും പറഞ്ഞിട്ട് രേവതി അങ്ങ് ഉറഞ്ഞു തുള്ളുവാണ് കേട്ടോ. അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ലടാ സച്ചി നീ ഇപ്പോ ഇതെങ്ങനെ അറിഞ്ഞത്? എന്നാ സച്ചി പറയുന്നുണ്ട്, അതെ ശരത്ത് ആന്റണിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു സുഹൃത്തുണ്ടല്ലോ, അവനാണ് ഇപ്പൊ ശരത്തിനോട് എല്ലാ കാര്യങ്ങളും വന്ന് പറഞ്ഞത്. അങ്ങനെ ശരത്താണ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞതെന്ന് പറയാനേ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, എന്നാലും സച്ചി നിന്നെ എന്തിനാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്? ഈ വീട്ടില് പൗഡർ ഇട്ടത്തി ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണല്ലോ. അവിടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയാനായിട്ട് ഞാൻ കാരണമാവുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയണേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്,
അന്ന് ആരുടെയോ ഭാഗ്യം കൊണ്ടാണ് സച്ചിയേട്ടൻ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ സച്ചിയേട്ടൻ്റെ ജീവൻ പോലും അപകടത്തിലായേനെന്ന് പറഞ്ഞിട്ട് രേവതിയുടെയും കണ്ണൊക്കെ നിറയാണ് കേട്ടോ. അപ്പോഴേക്കും സുധിയും പറയുന്നുണ്ട്, അമ്മേ കണ്ടില്ലേ അമ്മേ, അവൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഇത്രയും കാലം ഇതൊന്നും അറിയാതെ അവളുടെ കൂടെ ഞാൻ ജീവിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ സുധി പറയുമ്പോഴേക്കും ചന്ദ്രമതിയും പറയുന്നുണ്ട്, എടാ അവൾ അതല്ല, അവൾ അതിലപ്പുറവും ചെയ്യുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. എടാ സുധി, എനിക്കെന്നാലും നിന്റെ കൂടെ ഇത്രയും നാള് അവള് ജീവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് പേടിയാവുന്നത്. നമ്മളൊക്കെ രാത്രി ഉറങ്ങുന്ന സമയത്തെ നമ്മുടെ തലയില് വല്ല കല്ലും എടുത്തിടാനും മടിക്കുകയല്ലാത്തവളാണ് അവള്. എന്തായാലും നിന്റെ ജീവനൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ സമാധാനിച്ചിട്ട് ഇപ്പോഴെങ്കിലും നമ്മളെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണ് ചന്ദ്രമതി. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇനി എന്തായാലും ഈ പൗഡർ ഏട്ടത്തിനെ ഇങ്ങനെ വിടാൻ പറ്റത്തില്ല. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. ആന്റണിക്കെതിരെ ആദ്യം ഒരു പോലീസ് കേസ് കൊടുക്കുക. ആന്റണീനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ അവന് എല്ലാ കാര്യങ്ങളും തത്ത പറയുന്നത് പോലെ പറഞ്ഞോളും. അങ്ങനെ പൗഡർ ഏട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോ രേവതിയും പറയുന്നുണ്ട്, അതേച്ചാ എന്തായാലും ഇത്രയും നാള് ശ്രുതി ചെയ്ത കാര്യങ്ങളൊക്കെ ആരും കണ്ടില്ലെന്ന് നടിച്ചു, എല്ലാം ക്ഷമിക്കാന്ന് വെച്ചു. എന്നാ ഇതെന്റെ സച്ചിയേട്ടന്റെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. എന്റെ സച്ചിയേട്ടനെ ഇല്ലാതാക്കാൻ നോക്കിയവളാ. അവക്കെതിരെ പോലീസിൽ പിടിപ്പിക്കുക തന്നെ വേണമെന്ന് പറയുന്നുണ്ടേ. ഇത് കേട്ടിട്ട് രവി പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ടാന്നേ. എന്നാ ചന്ദ്രമതി ഇതെല്ലാം കേട്ടിട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ അവളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലോട്ട് ഇട്. എന്നാലേ എൻ്റെ മോൻ്റെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ, അവന് സമാധാനം ആകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ രവിയാണെങ്കിൽ ഇതിനൊന്നും ഒരു മറുപടിയും കൊടുക്കുന്നില്ല കേട്ടോ. എന്തായാലും സച്ചി ഇപ്പൊ ഒന്നും ചെയ്യണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രമതി വീണ്ടും അങ്ങ് ഉറഞ്ഞു തുള്ളുന്നുണ്ട്. രവിയേട്ട, നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? ആ കൊലപാതകീനെ ഇങ്ങനെ വിടാനോ? നമ്മുടെ സച്ചിയെ കൊല്ലാൻ ശ്രമിച്ചവളാണ് ഇവള്. അവളെ ജയിലിൽ കൊണ്ടടയ്ക്കെന്ന് പറയാനേ. പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചിന്ന് ചന്ദ്രമതി പറഞ്ഞല്ലോ. ഇത് കേട്ടിട്ട് എല്ലാവരും പെട്ടെന്ന് ഒരു നിശബ്ദമായിട്ട് ചന്ദ്രമതിയെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്ക് ചന്ദ്രമതി പെട്ടെന്ന് അതങ്ങ് മായ്ക്കുന്നുണ്ട്. കാരണം ചന്ദ്രമതിക്കും അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവളെ ഇങ്ങനെ വിട്ട സുധിയെ പോലും അവൻ കൊല്ലാൻ മടിക്കുകയല്ല. എന്തായാലും അവളെ കൊണ്ട് ജയിലിലടയ്ക്കെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം സുധിയും പറയുന്നുണ്ട്, അച്ഛാ ഇതിനകത്ത് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. അവൾ എന്നോട് ചെയ്ത ചതിക്കും വഞ്ചനയ്ക്കും അവക്ക് ജയില് തന്നെയാ വേണ്ടതെന്നേ. അപ്പോഴേക്കും ചന്ദ്രമതിയും പറയുന്നുണ്ട്, അതെ നിന്നോട് മാത്രമല്ലടാ, അവള് എന്നോട് പോലും എൻ്റെ തലയിലാണ് അവള് മുളകരച്ചിട്ട് പോയത്. അവൾ എന്തായാലും വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും രവിയൊന്നും മിണ്ടാതിരിക്കുകയാണല്ലോ. ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ ഇനി ഇങ്ങനെ മൗനം വെച്ചോണ്ടിരുന്നാല് ശരിയാവില്ല. സച്ചിയേട്ടനെ കൊല്ലാൻ നോക്കിയവളാണ് അവള്. എന്തായാലും അവളെ ഈ വെറുതെ വിടുന്ന എങ്ങനെയാന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് വർഷയും പറയുന്നുണ്ട്, എന്തായാലും അങ്കിൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് നല്ലതല്ല. അവര് ശ്രുതി ചേച്ചി വെറും ഭയങ്കര ഡേഞ്ചറസ് ലേഡിയാണ്. അവരെ പോലെ ഇങ്ങനെ ചിന്തിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ മീരയും മീരയുടെ ഹസ്ബൻഡും കൂടിയിട്ട് സച്ചിയേട്ടാന്ന് വിളിച്ചിട്ടാണ് കയറി വരുന്നത്. അങ്ങനെ അയാളെ കയറി വാന്നും പറഞ്ഞിട്ട് സച്ചി വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ മീരയെ കണ്ടതും പാഞ്ഞിങ്ങി വരികയാണ് കേട്ടോ. ആ വാടി, നീ ഇങ്ങോട്ട് കയറി വാ, നീയും അവളും കൂടിയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും തലയിൽ മുളകരച്ചല്ലേ, എന്നിട്ടിപ്പോ നീ എന്തിനാടി എന്റെ വീട്ടിലേക്ക് വന്നേക്കുന്നതെന്നും ചോദിച്ചാണ് കേട്ടോ ചെല്ലുന്നത്. ഈ സമയം സുധിയും മീരയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. നോക്കു മീര, ഞാൻ ശ്രുതിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയം തൊട്ട് തന്നെ നിനക്ക് ശ്രുതിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. എന്നിട്ടും നീ എന്നോട് പോലും അത് പറയാൻ മുതിർന്നില്ല. എൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും ആയിപ്പോയക്കോട്ടെന്ന് നീയും വിചാരിച്ചല്ലേന്ന് ചോദിക്കാനേ. അപ്പോൾ മീര പറയുന്നുണ്ട്, സോറി ശ്രുതി, എന്നോട് ക്ഷമിക്ക്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാ ശ്രുതി എൻ്റെ കൂട്ടുകാരിയായി പോയില്ലേ. ഞാൻ അവളുടെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞതാണ് എല്ലാവരോടും സത്യങ്ങൾ പറയാന്ന്.
എന്നാൽ അവൾ അതിനെ കൂട്ടാക്കിയില്ലെന്നേ. അങ്ങനെ അവർ പുറത്തു വെച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയം സച്ചി അവരെ അകത്തേക്ക് വിളിച്ചിട്ട് നിങ്ങൾ കയറി വന്നിരിക്കെന്നും പറഞ്ഞിട്ട് ഉള്ളിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവര് ഉള്ളിൽ കയറി ഇരുന്നതിന് ശേഷം മീര പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ വന്നത് സച്ചിയേട്ടനോട് കുറച്ചൊന്ന് സംസാരിക്കാനായിട്ടാണ്. മീരയുടെ ഹസ്ബൻഡും സച്ചിയും തമ്മിൽ കൂട്ടുകാരാണ് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എടാ സച്ചി, നിന്നോട് തനിയാണ് സംസാരിക്കാനുള്ളതെന്നേ. അപ്പോഴേക്കും എന്താണെങ്കിലും നീ കാര്യം പറയുമ്പോൾ ഈ വീട്ടിലെ മരുമകളെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളതെന്ന് പറയണേ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, ആര്? ആ ശ്രുതിയോ? അവളെ കുറിച്ചിട്ടാണോ പറയാൻ പോകുന്നത്? ഈ വീട്ടിലുള്ള എല്ലാവരുടെയും തലയിൽ മുളകരച്ച് തേച്ചിട്ടാണ് അവള് പോയിരിക്കുന്നത്. അവളെ കുറിച്ച് ഇനി എന്ത് സംസാരിക്കാനാണെന്ന് ചോദിക്കാനേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ, പൗഡർ ഇട്ടത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ സംസാരിക്കുന്നതാണ് നല്ലതെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അയാള് പറഞ്ഞു തുടങ്ങുന്നുണ്ട്, എടാ സച്ചി, നിങ്ങൾ കരുതുന്ന പോലെ അത്ര നിസ്സാര കാര്യമല്ല അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മീര പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കെയർഫുള്ളായിട്ട് ഇരിക്കണമെന്ന് പറയാനേ. അപ്പോഴേക്കും സച്ചി വയ്ക്കുന്നുണ്ട്, എന്താണ് നീ പറയുന്നത്? പൗഡർ ഇട്ടത്തെക്കുറിച്ച് ഇനി എന്തൊക്കെയാണ് അറിയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, മീര നീ തന്നെ പറ, ഞാൻ പറയുന്നതിലും ക്ലാരിറ്റി ആയിട്ട് നിനക്കത് പറയാൻ സാധിക്കുമെന്ന് അയാൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീര എല്ലാവരോടുമായിട്ട് ശ്രുതി കാണിച്ച് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അവിടെ ഓരോരോ കള്ളത്തരങ്ങളും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങളാണ് ഓരോ ദിവസവും ചെയ്തു വെച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു എന്ന് പറയാനേ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, അതിനുവേണ്ടി എന്ത് കാര്യങ്ങളാണ് മീര ചെയ്തതെന്നേ പറയാമെങ്കിൽ. അന്ന് സച്ചിയുടെ ഫോൺ മോഷണം പോയിട്ടുണ്ടായിരുന്നല്ലോ, അത് ശ്രുതിയാണ് മോഷണം അടിച്ചു മാറ്റിയിട്ട് ആന്റണിക്ക് കൈമാറിയത്. അതിനകത്ത് രേവതിയുടെ അനിയൻ ശരത്ത് പണം മോഷ്ടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തതെന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോൾ വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അത്. അപ്പോൾ ഈ എപ്പിസോഡുകളൊക്കെ നമുക്ക് വരാനിരിക്കുന്നതാണ്. എല്ലാവരും കാത്തിരുന്ന് കാണുക, എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ ആ കാര്യം നമ്മുടെ മീര പറയുന്നുണ്ട്. രേവതി അപ്പം ചോദിക്കുന്നുണ്ട്, അതെ, ശരത് എന്ന് പണം മോഷ്ടിക്കുന്ന ആ വീഡിയോ അത് പുറത്തുവിടാനായിട്ട് ശ്രമിച്ചത് ശ്രുതിയാണല്ലേ എന്ന് ചോദിക്കാനേ. അപ്പോഴേക്ക് ചന്ദ്രയും ചോദിക്കുന്നുണ്ട്, അതെ, അവനെൻ്റെ കയ്യിൽ നിന്ന് ആ പണം മോഷ്ടിക്കുന്ന വീഡിയോ അല്ലേ? അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, അതെ, ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് സച്ചിയുടെ ഫോണ് ശ്രുതി മോഷ്ടിച്ചതെന്ന് പറയാനേ. അപ്പോഴേക്കും സച്ചി വയ്ക്കുന്നുണ്ട്, മീരെ, എനിക്കത് അന്നേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ നിന്റെ അടുത്ത് വന്നിട്ട് അന്ന് ചോദിച്ചതല്ലേ, അന്നേ നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മീരയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, സച്ചി, നീ പറയുന്നത് മുഴുവൻ കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴേ ടെൻഷൻ ആവാതെ, ഇനിയും കാര്യങ്ങൾ കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയാണേ. മീര വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ, അത് അങ്കിൾ, നിങ്ങളെന്ന് കരുതുന്നത് പോലെ രേവതിയുടെ കടയുണ്ടല്ലോ, പൂക്കട, ഈ വീടിന് ഫ്രണ്ടിൽ വെച്ചിരുന്ന ആ കട കോർപ്പറേഷൻകാരെ കൊണ്ട് എടുപ്പിച്ചതും ശ്രുതിയാണെന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. കാരണം ചന്ദ്രമതിയും കൂടെ ചേർന്നിട്ടാണല്ലോ അത് ചെയ്യിച്ചത്. അപ്പോഴേക്ക് ചന്ദ്രമതി, അയ്യോ, ഇപ്പോൾ എൻ്റെ പേരും പറയുമോയെന്ന് വിചാരിച്ചിട്ട് ചാടിക്കയറി പറയുന്നുണ്ട് കേട്ടോ. ആ പൂക്കട എടുപ്പിച്ചത് അത് അത്ര വലിയ കാര്യമൊന്നുമല്ല, ബാക്കി അതും അവളാണോ ചെയ്തതെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, അതെ, അതും ശ്രുതിയാണ് ചെയ്തത്. അത് തന്നെയല്ല, നമ്മുടെ രേവതിയുടെ അമ്മയുടെ കട അമ്പലത്തിന് മുമ്പിൽ നിന്ന് കോർപ്പറേഷൻകാരെ കൊണ്ട് എടുപ്പിച്ചതും രേവതിയുടെ അച്ഛൻ്റെ ആ വണ്ടി അവിടെ നിന്ന് എടുപ്പിച്ച് കളഞ്ഞതും എല്ലാം ശ്രുതിയാണെന്ന് പറയാനേ. അപ്പോഴേക്കും എല്ലാവരും ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കുകയാണ്. ഇത്രയ്ക്കൊരു ക്രൂവലായിരുന്നു എന്നും കരുതിയിട്ട് കേട്ടോ. എന്നാൽ രേവതി ചോദിക്കുന്നുണ്ട്, എന്നാലും മീരെ, അതാ അന്ന് ഒരു സ്ത്രീ ആണല്ലോ അതെല്ലാം ചെയ്യിപ്പിച്ചതെന്നു ചോദിക്കുകയാണേ. എന്നാൽ മീര പറയുന്നുണ്ട്, അതെ, ചിന്താമണിയെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിച്ചതും ശ്രുതി തന്നെയാണെന്നേ. അതുമാത്രമല്ല, അന്ന് ശരത്തിന്റെ പേരിൽ കേസിന് വേണ്ടിയിട്ട് ആന്റി ആണെങ്കിൽ ഒരു 2 ലക്ഷം രൂപ വക്കീലിന് കൊടുത്തിരുന്നല്ലോ, വക്കീല് ആ ക്യാഷ് തിരിച്ചു തന്നില്ലേ എന്ന് ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അതും എൻ്റെ കയ്യിൽ നിന്ന് മോഷണം പോയെന്ന് പറയാണേ.
അപ്പോഴേക്കും അതെല്ലാം ചെയ്യിപ്പിച്ചത് ശ്രുതി തന്നെയാണെന്ന് പറയണേ. അപ്പോഴേക്കും രേവതി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവള് അത് എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചല്ലോ എന്ന് രേവതിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ഓഹോ, അവക്ക് കള്ളത്തരങ്ങൾ മാത്രമല്ല പിടിച്ചുപറിയും മോഷണവും ഒക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കാനേ. എന്നാൽ മീര പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ മുഴുവനായിട്ട് പറയട്ടെ, ഇത് മാത്രമല്ല അന്ന് ശ്രുതിയുടെ കടയിൽ നിന്ന് 3 ലക്ഷം രൂപ മോഷണം പോയിരുന്നല്ലോ, ആ പൈസ എടുത്തതും ശ്രുതി തന്നെയാണെന്ന് പറയാട്ടോ. ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരും ആകെ അങ്ങ് അപ്സെറ്റായി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഈ പറയുന്നതൊക്കെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഓരോരുത്തരും നിൽക്കുന്നത്. ഈ സമയം ശ്രുതിയാണെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് ആവുകയാണ് കേട്ടോ. കാരണം ആ ശ്രുതിയുടെ കടയിൽ നിന്ന് ആ 3 ലക്ഷം രൂപ പോയതിൻ്റെ പേരിൽ ശ്രുതി ഒരുപാടായിട്ട് സ്ട്രെസ് ചെയ്തതാണ്. കാരണം ശ്രുതി തന്നെയായിട്ട് ആ കടയിലുള്ള 2 സ്റ്റാഫിൻ്റെ പേരിൽ ആ കേസ് എടുത്ത് ഇടുകയും അവരെ കടയിൽ നിന്ന് പുറത്താക്കി. അതിൻ്റെ വൈരാഗ്യത്തിന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒരുപാട് മാനനഷ്ടം ഒക്കെ അനുഭവിക്കുകയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നത്, അത്രയും ഞാൻ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ട് പോലും അവള് ഇതൊന്നും തുറന്നു പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ശ്രുതി ദേഷ്യപ്പെട്ടിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്നാലും ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തു വെക്കാൻ കഴിയാം? നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും അറിയാതെ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കുന്നേ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അതെ, അത് ശ്രീകാന്ത് പറഞ്ഞതുപോലെ ശരിയാണ്. ഇവരുടെ സ്റ്റോറി എല്ലാം വെച്ചിട്ട് വലിയൊരു സ്റ്റോറി തന്നെ ഉണ്ടാക്കാലോ. ഭയങ്കര ക്രൈം സ്റ്റോറി ആയിട്ട് വലിയ സെയിലൊക്കെ ഉണ്ടാവും. ഒരു പുസ്തകം തന്നെ എഴുതാന്നൊക്കെ ഇങ്ങനെ വർഷയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി ആണെങ്കിൽ ഇങ്ങനെ തലയിൽ കൈവച്ചിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈശ്വര, ഇത്രയും കള്ളിയായിട്ടുള്ള ഇവളെയാണല്ലോ ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചത്. എല്ലാം എൻ്റെ സമയദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. ഈ സമയം മീരയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, എന്തായാലും ഇതെല്ലാത്തിനും കൂട്ടു നിൽക്കേണ്ടി വന്ന മീരയ്ക്ക് ഇപ്പം ഇതെല്ലാം ഓർക്കുമ്പോൾ കുറ്റബോധമുണ്ട്. ഒരു കുടുംബത്തിനെ മുഴുവൻ വഞ്ചിച്ചതിൻ്റെ പേരിൽ അവളിപ്പോൾ വല്ലാത്ത ഡിപ്രഷനിലാണുള്ളത്. അത് നിങ്ങൾ എന്ത് കുറ്റം ചെയ്തതിൻ്റെ പേരിൽ എന്ത് ശിക്ഷ കൊടുത്താലും അത് മേടിക്കാൻ തയ്യാറായിട്ടാണ് ഞാനും മീരയും കൂടിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, എടാ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? തല വിറ്റിട്ട് വാല് പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പോയി അവളോട് ചോദിച്ചാലും അവള് ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ സച്ചി, എന്തായാലും ഇനി അവളെ വെറുതെ വിടാൻ പാടില്ല. അവളെ കൊണ്ടുപോയി ജയിലിൽ എണ്ണിക്കുക തന്നെ വേണമെന്ന് ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. ശ്രുതിയും വന്ന് പറയുന്നുണ്ട് കേട്ടോ, എടാ സച്ചി, ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. അമ്മ പറഞ്ഞതുപോലെ തന്നെ നീ പോയി അവളുടെ പേരിൽ കേസ് കൊടുക്കുക. അവള് ജയിലിൽ കിടക്കേണ്ട പോലെ തന്നെയാ. അവളെ ഇനി ഒരു നിമിഷം പോലും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കാൻ തന്നെ പാടില്ലാത്തവളാണ്. അവള് പുറത്തിറങ്ങിയ ഇനി എത്ര പേരുടെയാ ജീവിതം നശിപ്പിക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അമ്മയുടെയും ശ്രുതിയുടെയും അഭിപ്രായം കേട്ടു, ഇനി അച്ഛൻ എന്താ പറയാനുള്ളതെന്നേ. അപ്പോഴേക്കാ രവി പറയുന്നുണ്ട്, എന്നാലും എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യന്, അതും പോട്ടെ, ഒരു പെൺകുട്ടിക്ക് ഇത്രയൊക്കെ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇത്രയും ക്രിമിനൽ മൈൻഡോട് കൂടിയിട്ട് ചിന്തിക്കാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ രവി ചോദിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ഇനി നിങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നോ, ഇതിനി എനിക്ക് മാപ്പില്ല, ഞാൻ തന്നെ പോയി കേസ് കൊടുക്കാൻ പോവാന്നും പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എടാ ശ്രുതി, നീ കേസ് കൊടുത്തോളൂ, അത് ഇപ്പം വേണ്ടെന്നാ പറഞ്ഞേ. അച്ഛാ, എന്താ അച്ഛാ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതിയും ചോദിക്കുന്നുണ്ട്, ദേ രവിയേട്ടാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത്രയും ചെയ്തു കുട്ടി ഈ കുടുംബം തന്നെ മുടിക്കാൻ വന്നവളെ നിങ്ങൾ എന്തിനാ രവിയേട്ടാ വീണ്ടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കണേ. ചന്ദ്രേ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, അവളെ മാത്രം കുറിച്ച് ഓർത്താ പോരാ. ഇപ്പൊ അവിടെ കൂടെ ഒരു പയ്യനുണ്ടല്ലോ, ആദിയെ കുറിച്ചിട്ടാണ് കേട്ടോ. അവൻ കൊച്ചു പയ്യനല്ലേ. ഇപ്പൊ അവള് ജയിലിൽ പോയാൽ അവന്റെ അവസ്ഥ എന്താവും? അവന്റെ ജീവിതം, ഭാവി എന്താവും? അമ്മ ഇത്രയും തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടിയ ആ മകൻ സമൂഹത്തിൽ ഇനി എങ്ങനെ വളർന്നു വരും? അതൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതെന്ന് ചോദിക്കുകയാണേ.
അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ഇനി എന്ത് പറഞ്ഞാലും അച്ഛാ ഞാൻ തന്നെ സ്റ്റേഷനിലേക്ക് പോവാണെന്ന് പറയണേ. അപ്പോഴേക്ക് ചന്ദ്രയും പറയുന്നുണ്ട്, അവള് ഇനി ഈ വീട്ടിലെ മരുമകളല്ല, ഇനി പിന്നെ നിങ്ങൾ എന്തിനാണ് അവനെ കുറിച്ച് ഓർത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയും നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രവിയാണെങ്കിൽ നമ്മുടെ സച്ചിയോടും രേവതിയോടും ഒക്കെ ചെയ്തത് മറന്നതൊന്നുമല്ല, ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിലും ആദ്യം ഒറ്റ കാരണം ഓർത്തിട്ട് ഇപ്പോ ശ്രുതിക്കെതിരെ കേസ് കൊടുക്കണ്ടെന്ന് പറയുകയാണേ. എന്നാൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അതിൽ നിന്നൊന്നും പിന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ശ്രുതിയെ ഉടനെ തന്നെ വലിയ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുമോ, ഡിവോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നമ്മുടെ ശ്രുതി പോവാണ്. അപ്പൊ അടുത്ത എപ്പിസോഡുകളിൽ എന്താണ് വരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. അടുത്ത എപ്പിസോഡുമായിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ.